അപ്പോൾ ഇത് പോത്തിറച്ചിയാണ്. അപ്പോൾ നമുക്ക് കൊള്ളി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇറച്ചി സെപ്പറേറ്റ് വേവിച്ചെടുക്കാനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കറി മസാലപ്പൊടിയാണ്. അത് കഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, ലേശം 2 ഏലക്കയും കറുവപ്പട്ട, 1 തക്കാളി, 2 പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. 1 സവാള അരിഞ്ഞതാണ്. ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചിയും എല്ലും കൂടിയിട്ടാണ്, നെയ്യൊക്കെ കൂടിയിട്ടാണ് വേവിക്കുന്നത്. നമുക്ക് കൊള്ളി സെപ്പറേറ്റ് വേവിക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇറച്ചിയിലേക്ക് കുറച്ച് മുളകൊക്കെ വറുത്തെടുക്കാം കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം. കുരുമുളക്, വറ്റൽമുളക്, പട്ട, 2 ഏലക്ക, കറിയാം, ഇതൊക്കെ കൂടി വറുക്കാൻ പോവാണ്. ഇത് നല്ലപോലെ വറുക്കാം. അപ്പോൾ നമ്മുടെ മുളകും കുരുമുളകൊക്കെ കുറവായിട്ട് നമുക്ക് മല്ലി, ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും, വലിയ കുറച്ച് മല്ലി വറുത്ത് വെച്ചതായിരുന്നു. അതുകൊണ്ട് അധികം വറുക്കണം. ജീരകം ഫസ്റ്റൊന്ന് വറവാകട്ടെ, മല്ലിയിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വറവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. ചൂടായതിന് ശേഷം കൂടിയിട്ട് നല്ല വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മസാല പൊടിച്ചെടുക്കുക ചെയ്തത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ മൂത്തിട്ടുണ്ട്. കറിവേപ്പില ഉള്ളി അരച്ച് നല്ല പാടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൊത്തമല്ലി ചപ്പോ കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊള്ളിയും ഇറച്ചിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.